ഉണ്ടാകുമെന്ന് കരുതുന്ന കെ സുധാകരനെ KPCC അധ്യക്ഷനായും കഴിഞ്ഞ കാലങ്ങളിൽ എ ഗ്രൂപ്പിന്റെ പോരാളികളായിരുന്ന മലബാറിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നുമുള്ള 3 പ്രമുഖ നേതാക്കളെ വർക്കിംഗ് പ്രസിഡന്റുമാരായും ഹൈക്കമാൻഡ് നിശ്ചയിച്ചതോടെ കേരളത്തിലെ കോൺഗ്രസിലെ മഹാമേരുക്കളായിരുന്ന രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അക്ഷരാർത്ഥത്തിൽ അപ്രസക്തരാകുകയായിരുന്നു. ഗ്രൂപ്പുകളെയോ ഗ്രൂപ്പ് നേതാക്കളെയോ മാനേജർമാരെയോ പരിഗണിക്കില്ലെന്ന ശക്തമായ സൂചന നൽകിയായിരുന്നു കെ സുധാകരന്റെ നേതൃത്വത്തിലേക്ക് കടന്നുള്ള വരവ്. പുതിയ DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ചതോടെ തന്റെ പ്രഖ്യാപനത്തിന് അടിവരയിടാനും കെ സുധാകരൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ നീക്കങ്ങൾക്ക് ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് വരുത്തി തീർക്കാനും പുതിയ KPCC പ്രസിഡന്റ് തുടക്കത്തിൽ സാധിച്ചിട്ടുണ്ട്. ആക്രമണമാണ് ഏറ്റവും മികച്ച പ്രതിരോധം എന്ന നിലയിലുള്ള സമീപനമാണ് ഗ്രൂപ്പ് നേതൃത്വങ്ങളോട് തുടക്കം മുതൽ KPCC പ്രസിഡന്റ് സ്വീകരിച്ചു പോന്നിരുന്നത്. DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ച വിഷയത്തിൽ പരസ്യ നിലപാട് സ്വീകരിച്ച അന്നത്തെ KPCC സംഘടനകാര്യ ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, മുൻ MLA ശിവദാസൻ നായർ, VS പ്രശാന്ത് തുടങ്ങിയ നേതാക്കളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താണ് KPCC പ്രസിഡന്റ് അച്ചടക്കമെന്ന മുഖ്യ സന്ദേശം നൽകിയത്. പ്രതിപക്ഷ നേതാവിനെയും KPCC നേതൃത്വത്തെയും തീരുമാനിച്ച തന്ത്രത്തിന് മുന്നിൽ പതറിപ്പോയ ഗ്രൂപ്പ് നേതാക്കൾ കുറച്ചെങ്കിലും സമചിത്തത വീണ്ടെടുത്തത് DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ച ഘട്ടത്തിൽ മാത്രമായിരുന്നു. മാത്രമല്ല, പുതിയ നേതൃത്വം സമവായത്തിന് വന്നപ്പോൾ സമരസപ്പെട്ടു എന്ന നിലയിലുള്ള ശരീരഭാഷ മാധ്യമങ്ങൾക്ക് മുന്നിലെങ്കിലും പ്രകടിപ്പിക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നിർബന്ധരാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷയങ്ങൾ കൈവിട്ടു പോകുന്നെന്ന നിലയിൽ പുതിയ നേതൃത്വം പ്രതിരോധത്തിലാകുന്നെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ട സമയത്ത് പോലും ഗ്രൂപ്പ് നേതൃത്വങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് KPCC പ്രസിഡന്റ് കീഴടങ്ങിയിട്ടില്ല. ഈ ഘട്ടത്തിലെല്ലാം പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ ശക്തമായ പിന്തുണയും കെ സുധാകരന് ഉണ്ടായിരുന്നത് വ്യക്തമാണ്. അച്ചടക്കം, സെമി കേഡർ പാർട്ടി എന്ന പുതിയ സമീപനങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചായിരുന്നു പാർട്ടിയിൽ പിടിമുറുക്കാൻ കെ സുധാകരൻ ശ്രമിച്ചത്. കോൺഗ്രസിനെ അടിമുടി മാറ്റിമറിക്കുന്ന സമീപനം എന്ന നിലയിലുള്ള അച്ചടക്ക സ്വഭാവമാണ് KPCC പ്രസിഡന്റ് മുന്നോട്ടും വെച്ചത്. കൂടിയാലോചനകൾക്ക് KPCC പ്രസിഡന്റ് നേരിട്ടിറങ്ങാതെ താല്പര്യമുള്ളവർ ഊഴം നിശ്ചയിച്ച് KPCC പ്രസിഡന്റിനെ കണ്ട് പരാതിയോ അഭിപ്രായമോ പറയട്ടെ എന്ന സമീപനവും കെ സുധാകരൻ മുന്നോട്ട് വെച്ചിരുന്നു. രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ വേണമെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാകട്ടെ എന്ന പരസ്യ നിലപാട് സ്വീകരിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെ തൂലിനേക്കാൾ മൃദുവായ അച്ചടക്കത്തിന്റെ വാൾ കൊണ്ട് തഴുകി തന്റെ കൂടെ നിൽക്കുന്നവർക്ക് തണലൊരുക്കുമെന്ന നിലപാട് വ്യക്തമാക്കാനും കെ സുധാകരൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടിയെ താഴെത്തട്ട് മുതൽ ശക്തമാക്കൂ എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചത്. കേരള മോഡൽ സെമി കേഡറിസത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ഏറ്റവും താഴെയുള്ള ഘടകമായി യൂണിറ്റ് കമ്മിറ്റികൾ എന്നൊരു സംവിധാനം കൂടി കെ സുധാകരൻ വിഭാവനം ചെയ്തു. കോൺഗ്രസിന്റെ സംഘടനാ സ്വഭാവത്തിൽ ഏറ്റവും അടിസ്ഥാന ഘടകം ബൂത്ത് കമ്മിറ്റികളാണ്. സുധാകരൻ യൂണിറ്റ് കമ്മിറ്റികളെ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ യൂണിറ്റ് കമ്മിറ്റികൾ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായി എന്ന് തന്നെ പറയാം. സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഭരണഘടനാ പ്രകാരം ബൂത്ത് കമ്മിറ്റികളെ ഏറ്റവും താഴെയുള്ള ഘടകമായി പരിഗണിച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. ഈ ഘട്ടത്തിൽ സുധാകരന്റെ യൂണിറ്റ് കമ്മിറ്റികളുടെ സംഘടനാപരമായ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടു. പലയിടത്തും രൂപീകരിക്കപ്പെട്ട യൂണിറ്റ് കമ്മിറ്റികൾ പുതിയ അകാല ചരമമടഞ്ഞത് അതോടെയായിരുന്നു. ഇതിനിടയിൽ പിണറായി വിജയനെ എതിരാളിയായി പ്രഖ്യാപിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കള്ളുചെത്തുകാരന്റെ മകനെന്ന് വിളിച്ചും സുധാകരൻ അധിക്ഷേപിച്ചിരുന്നു. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്നും സുധാകരനെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലെ നേതാക്കൾ ഹൈക്കമാൻഡിനെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആവശ്യം പതിയെ ആറ് തണുത്തെങ്കിലും സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന ആവശ്യം ശക്തമായിട്ട് ഏതാണ്ട് 1 വർഷത്തോളമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ 2021 ശേഷം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലെ വിജയവും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയവും KPCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള നേതൃമികവായി കെ സുധാകരനും അദ്ദേഹത്തിന്റെ അനുയായികളും ചിത്രീകരിച്ചിരുന്നു. ഇത്തരത്തിൽ ട്രാക്ക് റെക്കോർഡുള്ള സുധാകരന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന വാദമായിരുന്നു കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഉയർത്തിയിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെയൊന്നും ക്രെഡിറ്റ് കെ സുധാകരനല്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കളുടെ ആസൂത്രണവും നേതൃത്വവുമാണ് തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ ഘടകമായതെന്നും വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. അതൊരു പരിധിവരെ ശരിയുമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ കെ സുധാകരന് സംസ്ഥാനത്തെ മൊത്തം തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ചുമതല ഉണ്ടായിരുന്നില്ല.
ഉപതെരഞ്ഞെടുപ്പുകളും നേതൃപരമായ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സുധാകരൻ വാ തുറന്നാലുള്ള വോട്ട് കൂടി പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി തന്നെ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തുതന്നെയായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കേരളത്തിൽ നയിക്കാൻ സുധാകരന് ശേഷിയില്ലെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്.